ഹലോ ഗൈസ്, നമ്മളെ ദേവിയുടെ വീട്ടിൽ പോവുക. മഴയുണ്ട്, കുട ചുമക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ നനഞ്ഞു പോവുകയാണ്. ഒരു കാർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കുക. 8:45 റെഡിയായി നിൽക്കുക. ഇവിടെ ആരും വന്നിട്ടില്ല. വിശന്നിട്ട് കുടലേരിയാണ്. 10 മണിയായി. അപ്പോൾ ഞങ്ങൾ നേരെ ചായക്കടയിലോട്ട് വിടും. അതും ഇല്ലെങ്കിൽ പറ്റത്തില്ല, ഇന്നത്തെ അതിന് നടക്കത്തില്ല. ചത്തുപോകും. കുടയൊന്നും ചുമക്കാൻ വയ്യാത്തോണ്ട് മഴ നനഞ്ഞു പോകുന്ന നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് വീട്ടിൽ കല്യാണം ഉണ്ട്. രാത്രി ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ച. പിന്നെ അവർ ഞങ്ങളെ റിക്കഗ്നൈസ് ചെയ്താലോ. ദിവസം ഇതുവരെ പോയില്ല, അറിയായിരിക്കും. പിന്നെ വിളിച്ചില്ല, മോശമായിക്കോ. പിന്നെ ഫുഡെങ്കിലും തരായിരുന്നു വിളിച്ചു. ശരി ശരി. വണ്ടി ഒതുങ്ങി മഴ ഓടിയപ്പോൾ നമ്മൾ എവിടെ കയറി? കണ്ടപ്പോഴും ഇവിടെ ആയിരുന്നു. ഇത് അവസാനമായിട്ടൊന്ന് കാണാൻ വന്നിയാ അല്ലേ? ആദ്യം പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി വന്ന സമയത്ത് നമ്മൾ ഇവിടെ കയറിയില്ലല്ലേ? ബാക്കി എല്ലായിടത്തും പോയല്ലോ. ഇതെല്ലാം കൂടെ കുഴപ്പമില്ല, നല്ലതാണ്. എത്ര മണിക്കാ ജാസു ഇവിടെ വരാന്ന് പറഞ്ഞത്? 9. എന്റെ കുഴപ്പമല്ല, ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് ഇന്നലെ കൂടെ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് കാല് നീട്ടി വെക്കാനൊക്കെ. ഇങ്ങനെ അവർ വന്നു. ഇനി ഒരു കാർ ഇവിടെ വരാറുണ്ട്. ആ കാർ വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കാർ ഫില്ലായിട്ടുണ്ട്. ഞങ്ങള് റെഡ് ഇതാണോ ഗിഫ്റ്റ്? ഇത് പാക്ക് ചെയ്തേക്കുവാണോ? തുറക്കാൻ പറ്റില്ല. അതിന്റെ അകത്തല്ലേ, തുറക്കാൻ പറ്റത്തില്ല. അത് അല്ലാതെ തുറക്കുന്നേ. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കൊള്ളാം, സംഭവം അടിപൊളി. ഇതുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബുക്ക് പോലെ ഒരു വാട്ടർ കളറിൻ്റെ ഒരു സാധനമുണ്ട്. അല്ലാതെ ഒരു സ്കെച്ച് പേപ്പറിൻ്റെ ബുക്കുണ്ട്. ഇത്രയും സാധനമുണ്ട്. നമുക്കുള്ള വണ്ടി വന്നു ഗൈസ്. അനു അങ്ങനെ ഈ ഉറക്കം വരുന്ന എനിക്ക് നല്ല. ഈ പരിപാടിക്ക് പോകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഞാൻ അലാറം വെച്ച് എന്നിട്ട് ഇറങ്ങിയത്. ഇപ്പോഴും സത്യം റെഡി ആയിരിക്കുക. ഞാൻ ചേർത്ത ഗൈസ്, ഞാൻ രണ്ടാണ്. ഭയങ്കര മഴയായിരുന്നു രാവിലെ, എന്നും ഇല്ലാത്ത മഴ. ഇന്നലെ രാത്രി പോലും ഇത്ര മഴ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് ഉണ്ടായിരുന്നില്ലേ മഴ? ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് രാവിലെ ഭയങ്കര മഴ. റേഞ്ചും കുറവ്, നാശം. ത്തിലുള്ള വേറൊരാള് ഭവന ശ്രീകുമാർ. അപ്പൊ ഭവാനി തള്ള വന്നോണ്ടിരിക്കുന്നുണ്ട്. ഹരിപ്പാട് എത്തിയല്ലേ അവള്? എത്തിയോ? ഹരിപ്പാട് എത്തിന്ന് പറഞ്ഞ് ഇപ്പൊ വാട്സപ്പിലൊരു മെസ്സേജ് ഉണ്ട്. അവള് നേരെ ദേവിയുടെ വീട്ടിൽ വരുമെന്നാ പറയുന്നത്. ഹായ്. അങ്ങനെ നമ്മളെ പാലാച്ചി വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളോട് വന്നതിന് ശേഷം നല്ല ബഹളമുണ്ട്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഇത് ഞാൻ ആർക്കും കൈമാറില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇന്നലത്തെ വ്ളോഗ് നീ കണ്ടോ? ഇന്നലല്ല മെയിനാന്നിട്ട് ഞങ്ങൾ ഫെയർവെല്ലിന്റെ വ്ളോഗ് കാണുന്നതാണ്. താഴെയാണ് ഞങ്ങളിപ്പോ നിന്നെയാണ് ദേവിയുടെ റൂം. നമുക്ക് മുകളിലോട്ട് കാണാം. എന്താ അറിയില്ല, മുകളിൽ ടെറസ് വീട്ടില് വ്ളോഗിങ്, വീട് കഴിഞ്ഞപ്പോ വ്ളോഗിങ്. ദുർഗനെ ക്ഷീണിച്ചിരിക്കുന്നേ, ഉറങ്ങിയില്ലേ? ഒരു വിഷമം.
അതുപോലെ നമ്മളെന്താ വീട്ടിലോട്ട് വരണ്ടേ? 30-ാം തീയതി വാ. ഞങ്ങൾ വരും. ഒരുപാട് കറക്കി ഞങ്ങൾ എന്താണ് അവളെയാണ് കറക്കിയത്, അവളെയല്ല. ഇവളോട് ഹരിപ്പാട് വന്നിക്കാൻ പറഞ്ഞപ്പോ ഇവള് വേറെ അവിടെ പോയി നിന്നു. ഞങ്ങളെ വിളിച്ച് ആയിഷ നീ അല്ലേ പറഞ്ഞ ഹരിപ്പാട് വരാൻ? കമ്മലിട്ടിട്ട് വന്നേക്കുക. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഈ കുറിപ്പ്. എന്റെ കമ്മൽ ഇവരെ കയ്യിലായിരുന്നു. എന്താ പറയാനുണ്ട്? എനിക്കൊന്നും പറയാനില്ല. കല്യാണം എന്നാ? ഞങ്ങൾ ഇനി എന്നാ അങ്ങോട്ട് വരണ്ടേ? നിങ്ങൾ ഒരാഴ്ചക്ക് മുന്നേ വരണം. കല്യാണം എപ്പോഴാ? ഡിസംബർ അല്ലെങ്കിൽ ജനുവരി. കൊച്ച് എൻഗേജ്ഡ് ആണ് ഗൈസ്. കല്യാണം ഇവിടെ പറഞ്ഞത് എന്തിനു നീ ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ അടുത്ത ദിവസം കിട്ടിച്ചു. ഞാൻ സിംഗിളാണ്. മാന്യരായ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്. മാന്യരാണ്. ഇനി കല്യാണം നോട്ട് ഇൻട്രസ്റ്റഡ്. കള്ളിയാണ്. ഇവക്ക് 2 ലൈനുണ്ട്. ഈ വൈശാഖിയാണ് ഇവിടെ ഇതിനെ ലീഡ് ചെയ്യുന്ന. വൈശാഖിയാണ് ഒന്നുമില്ല കേട്ടില്ലേ? ഇനി വ്ളോഗ് ഇറങ്ങുമ്പോഴേക്ക് വ്ളോഗ് ഉണ്ടോ? ഞാൻ കണ്ടു. ഇവള് കണ്ടില്ല. ഇവള് യു ചീറ്റ് കണ്ടു. അപ്പോഴേക്കും എനിക്ക് ബോറടിച്ച് ഞാൻ വെച്ചിട്ട് പോയി. ഇവര് തന്നെ വീഡിയോ കോൾ ചെയ്ത് ആ ടൈമില് വൈശാഖി വല്ലപ്പോഴും കുളിക്കത്തുള്ളൂ. കുളിക്കാൻ ജാസു ജാസുവിനോട് ചോദിക്കാൻ എന്താ പറയുമോ? ജാസു എന്നാ കല്യാണം ഒന്ന്. പെട്ടെന്ന് എല്ലാവരും കല്യാണം കാര്യം ചോദിച്ചോണ്ട് വരുന്നത്. ഐശ എന്നാ കിട്ടുന്നത്? എന്റെ അടുത്ത മാസത്തെ കല്യാണമാ. വൈശാഖി നീ എന്നാ കെട്ടുന്നേ? ഞങ്ങക്ക് നിന്റെ വീട്ടിൽ വരണ്ടേ? സദ്യയൊക്കെ കഴിക്കണ്ടേ? ആ പെട്ടെന്ന് കുരങ്ങ് മാന്തിയ പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന അറിഞ്ഞത് ഉടനെ കുരങ്ങനെ പോയി അങ്ങോട്ട് തോണ്ടി മാന്ത മേടിച്ചു. സത്യമല്ലേ? ആ എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട. 22 വയസ്സല്ലേ? 30 വയസ്സുണ്ട് ഇവക്ക്. അവളെന്തുവാ അവിടെ കാണിക്കുന്നത്? ഇങ്ങനെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഒളിച്ചിരുന്ന് ഇതിന്റെ മൂട്ടിൽ നിങ്ങൾക്ക് എന്തുവാണ് പരിപാടി? മറ്റേതാ അതായിരുന്നോ? നോക്ക് ഇതൊക്കെ പെൺപിള്ളേരെ കണ്ടപ്പോ ഞങ്ങളെ വിട്ടിട്ട് ആ പെൺപിള്ളേരെ പറഞ്ഞു. ഇതായിരുന്നു ദേവിയുടെ പഴയ വീട്. അപ്പൊ അവര് ഇങ്ങടേക്ക് വരും. പാലാച്ചി വീട്. ഇത് പഴയ വീട്. നമ്മൾ പഴയ വീട്ടിനകത്ത് കൂടെ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ചിലപ്പോൾ എല്ലാരും ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ദേവിയുടെ പേരിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദേവിയുടെ ആരോ ഇതൊരാളെ ഓഫായിട്ടുണ്ട്. ദേവി മോളുടെ അമ്മ. ഇതാണ് ദേവിക്കുട്ടി. നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് ഗൈസ്. പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ വരണേ.
ട്രെയിനിനൊക്കെ കഴിയുകയാണെങ്കിൽ പറിച്ചോണ്ട് പോവാടി നല്ല നോക്കുമ്പോ ആരുണ്ടെങ്കിൽ വന്ന് വെളിയിൽ സ്കെച്ചിടുന്നു. എത്ര കൊടുക്കും? അനു വലിയ വാഴയോ? സെന്റിനെത്ര? ഇന്ന് 2 വണ്ടിയിലുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുള്ളൂ. ദുർഗയും ദക്ഷിണയും കാണുന്നില്ല. അവരിറങ്ങിയിട്ടില്ല. അവരിവിടെ വന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, കുട എടുത്തിട്ടില്ലായിരുന്നു. ശരി എന്നാ. അതെ, ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തു. കഴിഞ്ഞു.